എമ്പുരാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമ എന്ന് BJP ദേശീയ കൗൺസിൽ അംഗം C. രഘുനാഥ് പറയുന്നു. മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ വാങ്ങണമെന്നും അല്ലാത്ത പക്ഷം കോടതിയിൽ പോകുമെന്നും C. രഘുനാഥ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സബാഷ്, അങ്ങനെ ലാലേട്ടന്റെ കേണൽ പദവി നഷ്ടപ്പെടുകയാണ്. എമ്പുരാൻ എന്നൊരു സിനിമയിൽ അഭിനയിച്ച് തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ. ഇത്രയും വിവരവും ബോധവും പൊക്കണം തലയ്ക്കകത്ത് ആൾതാമസം വേണ്ട. എന്തെങ്കിലും ഉള്ള ഒരു മനുഷ്യന്മാര് പോലും ഇല്ലല്ലോടെ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇത്രയും ബോധമില്ലാത്തമാർ, ഈ സംഘികൾക്ക് നാണക്കേടായിട്ടുള്ള കുറെ അപരാധികൾ എന്നോട് ഉണ്ടെന്ന് ഞാൻ പറയും. അമ്മാതിരി നാറിയ പരിപാടിയിൽ ഇവനൊക്കെ കാണിക്കുന്നു. ഒരു സിനിമയെ കാണാൻ കഴിയാതെ ഇവനൊക്കെ എന്ത് വെവിളിത്തനമാണ് കാണിക്കുന്നത്. മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന് ഇത്രയും പൊക്കണമില്ലാത്തമാർ ഇവന്മാർ മനഃപൂർവ്വം ഒരു വിവാദം സൃഷ്ടിക്കുകയാണ്. ഇവിടെ ഒരു വർഗീയത സ്പ്രെഡ് ചെയ്ത് ഈ നാടിനെ വർഗീയതയിലോട്ട് ആക്കി ഒരു സെറ്റപ്പ് ആക്കാനാണ് കുറെ വിഷവിത്തുക്കൾ ഇതുപോലെ ശ്രമിക്കുന്നുണ്ട്. ഈ BJP-കാരെന്നും ഞാൻ മൊത്തത്തിൽ കുറ്റമൊന്നും പറയത്തില്ല. കാരണം എന്റെ ഫ്രണ്ട് സർക്കിൾ എനിക്ക് BJP-യിലുള്ള പയ്യന്മാർ കൂട്ടുകാരന്മാരുണ്ട്. അവന്മാരൊന്നും ഇതുപോലത്തെ വിഷവിത്തുക്കളല്ല. പക്ഷെ കുഴി കാലം നീട്ടിയിരിക്കുന്ന കുറെ എണ്ണം ഉണ്ട് ഈ നാറിയ പരിപാടികൾ കാണിച്ചു കൂട്ടുന്ന യുവമാരെ പോലുള്ള. ഇതുപോലത്തെ നാറികളെയാണ് ആദ്യം പിടിച്ച് പുറത്താക്കേണ്ടത്. സിനിമയെ കാണാൻ പറ്റാണ്ട് ഇവരൊക്കെ എന്ത് കീരവത്താണ് ഉണ്ടാക്കുന്നത്. എടാ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടിനെ അപമാനിച്ചു, നമ്മുടെ നാടിനെ മറ്റോ ചെയ്ത് മറിച്ച് ചെയ്തെന്നൊക്കെ ഇവന്മാർ പറയുന്നുണ്ടല്ലോ. ഓരോ സിനിമയിലും കൊലപാതകവും പീഡനങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ഇവന്മാർക്ക് ഇതൊന്നും വിഷയമില്ല. എങ്കിൽ കൊലപാതകം പീഡനമൊക്കെ സിനിമയിൽ കാണിക്കുമ്പോൾ അതും നാളെ വിഷയമല്ലേ? നമ്മുടെ പെമ്പിള്ളാരെയും പുരുഷന്മാരെയൊക്കെ അപമാനിക്കുന്ന സാധനമല്ലേ? എന്തുവാടാ, കുറച്ചെങ്കിലും ബോധത്തോടെ പെരുമാറാൻ പഠിക്കുക. ഒരു ബോധവും വെളിവും ഇല്ലാണ്ടാണ് ഇവിടെ നീങ്ങുന്നത്. ഇനിയിപ്പോ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കൂടി ചെളിവാരി അടിച്ച് നശിപ്പിച്ച് നാറാണത്താക്കാനുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് ലാലേട്ടനെ ഇനിയിപ്പോ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ഇവന്മാർക്ക് സമാധാനം ആവത്തുള്ളൂ. ആ രീതിയിലാണ് ഇവന്മാരുടെ നീക്കം. ഞാൻ ബാക്കി കേൾപ്പിച്ചുതരാം. ഒരു വിവരം കൂടിയ മനുഷ്യൻ പറയുന്നത്. ആരെയൊക്കെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം ആ പടത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതൊന്നുകിൽ കമേഴ്ഷ്യൽ ആയിരിക്കും, എല്ലാ അതിലും മതപരമായ ചില അംശങ്ങളുണ്ടാവും. അതിലൊരു മുൻനിര നായകൻ കൂടിയായ പൃഥ്വിരാജാണ് അതിന്റെ സംവിധായകൻ. മോഹൻലാലാണ് അതിലെ നായകൻ. അവര് ബോധപൂർവമായ ഒരു ശ്രമം നടത്തിയതാണോ? മോഹൻലാലിനെ പോലെയുള്ള ആൾ ഒരു കഥ വായിക്കാതെ ഒരു സിനിമ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാള് ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ അവമതിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ എടുത്തപ്പോൾ അതൊന്നും അയാൾ അറിയാതെ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ലഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിന് തിരിച്ചു വാങ്ങണം. ആനുകൂല്യങ്ങളൊന്നും പറ്റിയെന്നില്ലെങ്കിലും ഒരു വലിയ പദവിയല്ലേ. ആ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പടയോട്ടത്തിന് അദ്ദേഹം നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തിരിച്ചു വാങ്ങണമെന്നുള്ള അഭിപ്രായം. ഞങ്ങളതിന് കേസും പോകും. തിരിച്ചു വാങ്ങണം. ഓംബ്ര അടിയന്മാരെല്ലാം കേട്ടോളാം. ഇദ്ദേഹം പറയുന്ന പോലെ എന്ത് വെവളിത്തനോടാ വിളിച്ച് പറയുന്നത്. ഇങ്ങനെയും ബോധമില്ലാത്ത മനുഷ്യരുടെ ഇടയിലാണല്ലോ ഞാനും ജീവിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ബോധം പൊക്കണമില്ലാത്ത ആൾക്കാർ ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് മൺമറഞ്ഞു പോകാനുണ്ട്. ഇതൊക്കെ പോയാൽ മാത്രമേ ഈ നാട് നന്നാവത്തുള്ളൂ. സീരിയസ്ലി ഞാൻ പറയാം. ഇത്രയും വർഗീയത ഉള്ളിൻ്റെ അകത്ത് കയറി ഒരു സിനിമയെ കാണാൻ സാധിക്കാണ്ട് എന്തൊക്കെയോ ഒരു വെവളിത്തനങ്ങൾ വിളിച്ചു പറഞ്ഞ് വായി തോന്നുന്ന കോതയ്ക്കുപാട്ട് വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന കുറെ ബോധമില്ലാത്ത ആൾക്കാർ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന എവിടെ ചെന്ന് അവസാനിക്കുമെന്ന ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മാതിരി വർഗീയത. ഈ എമ്പുരാൻ ഞാൻ കണ്ടത് തന്നെയാണ്. ആദ്യത്തെ ദിവസം പോയി നൈറ്റ് ഷോ ആണ് കണ്ടിട്ടുള്ളത്. എനിക്കതിൽ ഒരു കുഴപ്പവും തോന്നിയില്ല. സിനിമയെ കാണാൻ പഠിക്കാണ്ട് ഇവനൊക്കെ എന്ത് ഗീരവത്താണ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിൽ കുറച്ചൊക്കെ സീനുകൾ കാണിച്ച് സംഘികളെ അപമാനിച്ചെന്നാക്കി, രാജ്യത്തിനെ അപമാനിച്ചെന്നാക്കി, മോഹൻലാൽ കേണൽ പദവി രാജിവെക്കണം, അറസ്റ്റ് ചെയ്യണം, പുറത്താവണം, പൃഥ്വിരാജിന്റെ നാട് കടത്തണം എന്നൊക്കെയുള്ള സെറ്റപ്പിലോട്ടായിട്ടുണ്ട്. എന്ത് ബോധമില്ലാത്ത വ്യക്തികളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഈ ഒരു കേണൽ പദവിയുമായി ബന്ധപ്പെട്ടിട്ട് മേജർ രവി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് അറിയില്ല ആരാണ് ഉന്നയിക്കുന്നത്. നിരവധിയായ ആളുകൾ, ഒന്ന് രണ്ട് പേരുകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള കെ ഗണേഷ് വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. C. രഘുനാഥ് അല്പസമയം മുമ്പ് ന്യൂസ് 18 പ്രതികരിച്ചതേ ഉള്ളൂ. ഇങ്ങനെയുള്ള നേതാക്കളുടെ നിരവധിയായ നേതാക്കൾ അതിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ തുറന്നു നോക്കിയാൽ അറിയാം. ശരി, ഞാനിപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വേറെ സംശയം വരാൻ പോവാണ്. മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, മോഹൻലാൽ ഈ സിനിമയ്ക്കകത്ത് എന്താണ് ആർമിയെ അപകീർത്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ചെയ്തിരിക്കുന്നത്? ഒന്നുമില്ല. ഭരണകൂടത്തെ അവഹേളിക്കുന്ന എന്തെങ്കിലും ഡയലോഗ് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രമേയമുള്ള സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു എന്നുള്ളതാണ്. ശരി തന്നെ. ഈ ഒരു പ്രമേയം എന്ന് പറഞ്ഞ ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത്, ഒരു കഥയിൽ എന്തെങ്കിലും വരുന്ന സമയത്ത് ഈ കഥയിൽ ഈ പ്രമേയം ഉണ്ടോ ഇല്ലെന്നുള്ളതൊന്നും ഇതൊരു കഥ പറയുന്ന സമയത്ത് ഞാനൊരു ഡയറക്ടറും റൈറ്ററുമാണ്. നമ്മൾ കഥ പറയുന്ന സമയത്തും അത് കഴിഞ്ഞ് പടം വരുന്ന സമയത്തും ഉണ്ടാവുന്ന കഥയിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഞാൻ മോഹൻലാലിനെ വെള്ളപൂശാനോലില്ല. ഈ പറയുന്ന കാര്യത്തിൽ വല്ല കാമ്പും വേണം. ഈ ലഫ്റ്റനന്റ് പദവിയുടെ പദവിയിൽ നിങ്ങൾ പോകുന്നത് അത് മഹാശുദ്ധ വിട്ടിത്തരം. നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ. പക്ഷേ ഈ ലഫ്റ്റനന്റ് പദവി എടുക്കണം എന്ന് പറയുന്നത്, ലഫ്റ്റനന്റ് പദവി എന്ന് പറയുന്നത് ആർമി കൊടുത്തിരിക്കുന്ന ഒരു ഓണറി പദവിയാണ്, റൈറ്റ്. അത് എങ്ങനെയാണെന്ന് അത് ഇവിടുത്തെ യൂത്തിനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസിഡറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ആർമിയെ അപകീർത്തിപ്പെടുത്തുന്ന നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ഒരു പടത്തിലൊരു ഒരു ഹീറോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു റേപ്പ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ആ സീനിന് വേണ്ടിയിട്ട് അവരത് ചെയ്തിരിക്കും. അതിന്റെ അർത്ഥം അങ്ങനെ ഒരു റേപ്പിസ്റ്റ് ആണെന്നുള്ളതല്ലോ.
അപ്പൊ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ലെഫ്റ്റനന്റിന്റെ പുറകിൽ പോകുന്ന കാണുമ്പോൾ എനിക്ക് വളരെയധികം എന്ന് പറഞ്ഞാൽ എനിക്കത് വളരെ അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞു ഈ ലെഫ്റ്റനന്റ് പദവി എടുക്കണം, ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ലെഫ്റ്റനന്റ് പദവി തിരിച്ചുകൊടുക്കും. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ ബിജെപിക്കാർ പറഞ്ഞു, ഞാനൊരു ബിജെപിക്കാരൻ, ഞാൻ സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റാണ്. ഞാനൊരു കാര്യം ഞാനിപ്പോൾ ഏതായാലും ഈവനിങ് ഞാൻ ലൈവിൽ കരുതി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് സെൻസറിനകത്ത് 2 ബിജെപിക്കാരുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ സെൻസർ ബോർഡിനകത്ത് ഈ പ്രതിനിധികൾ കുറേ കരുതിപ്പില്ല. ഇനിയെങ്കിലും ബിജെപി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതുപോലുള്ള സെൻസേഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് വെക്കുന്നത് ഈ ബാക്ക്ഡോർ എൻട്രി എന്ന് പറഞ്ഞ് ശുപാർശക്കാരെ കൊണ്ട് കയറ്റി പാർട്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ ദേശീയപരമായിട്ടുള്ള ആശയങ്ങൾ ഒന്നുമില്ലാത്ത ആളുകളെ പിടിച്ചിട്ട് ഇതുപോലെ സെൻസർ ബോർഡ് കയറ്റിത്തരുത്. സെൻസർ ബോർഡിന് പിഴവ് സംഭവിച്ചു എന്നാണ്. ഇല്ല, അതാണ് ഇവർ പറയുന്നത്. സെൻസർ ബോർഡിൽ 2 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അവരൊന്നും പറഞ്ഞില്ല. ആകെ എന്താണ് അപ്പൊ സ്ത്രീകളെ ഇതാക്കുന്നത് മാത്രം ഒന്ന് കട്ടികൾ വേണമെന്ന് പറഞ്ഞ് വേറെന്തോ കട്ടിക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്നത് താങ്കളുടെ അഭിപ്രായത്തിൽ സെൻസർ ബോർഡ് കൈവെക്കേണ്ടിയിരുന്ന സിനിമയാണോ ഇത്? ഈ പറയുന്ന പ്രമേയങ്ങൾ ഒഴിവാക്കപ്പെടണമായിരുന്നു. പ്രമേയങ്ങൾ സെൻസർ ബോർഡിന് ഇറ്റ് ഹാസ് ഗോട്ട് ഓൾ ദ റൈറ്റ് ടു ക്ലിയർ ഇറ്റ്. കാരണം ഇതിനകത്ത് ഒരു വർഗീയത ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ വർഗീയത ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ അതിനകത്ത് ഫാക്ടുകളെ മറച്ചു വെച്ചുകൊണ്ട് ചില ഫാക്ടുകൾ പുറത്തിട്ട് അവർക്ക് വേണ്ട ഫാക്ടുകളെ മാത്രം എടുത്തുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും അത് എന്തുകൊണ്ട് നിങ്ങൾ ആ ഓരോ ഇഷ്യൂ ആണ് എടുത്തിട്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആ ട്രെയിൻ കത്തുന്നിടത്ത് തൊട്ടിട്ട് തുടങ്ങിയിട്ടില്ല? അപ്പൊ നിങ്ങൾ മുറിച്ചിട്ടുണ്ട്. എന്തോരം മൂടം ഉദ്ദേശം കൊണ്ടാണ് ഈ കഥ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് അത് റൈറ്റർ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രമേ എനിക്ക് കാണുള്ളൂ. അതിനകത്ത് മോഹൻലാൽ നമ്മൾ എങ്ങനെ വിട്ടം പറയും? അല്ല, മോഹൻലാലിനെ കുറിച്ച് ഇപ്പോൾ ഈ സംഘപരിവാർ നേതാക്കൾ പറയുന്നത് അതിൽ ഈ അർഹതയുള്ള പലരെയും ഒക്കെ ഒഴിവാക്കിയാണ് അദ്ദേഹത്തിന് അത് കൊടുത്തത് എങ്കിൽ നിയമപരമായി തന്നെ അത് ഒഴിവാക്കേണ്ട ചുമതല കൂടിയുണ്ട്. അതായത് ഭരണകൂടത്തെ കരുവാരി തയ്ക്കുന്ന ഒരു പ്രമേയം സിനിമയിൽ അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. മോഹൻലാൽ കഥ മുഴുവൻ കേട്ടില്ല എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ വരരുത് എന്നുകൂടിയാണ് ഈ ബിജെപി നേതാക്കൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കഥയിൽ എന്തുണ്ട് ഏതുണ്ട് എന്നുള്ളത് ഈ നടൻ കേൾക്കും, കഥ അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം ഓവറോൾ ഇന്ന് നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ട്, ഈ ന്യൂസിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ആ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും സിനിമ തുടങ്ങി 1 മണിക്കൂറും 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ മോഹൻലാൽ എന്നുള്ള വ്യക്തി സിനിമയ്ക്കകത്ത് വരുന്നത്. ഈ 1 മണിക്കൂറിനകത്ത് നടന്നിരിക്കുന്ന സംഭവമാണ് ഇതെല്ലാം. പിന്നെ മോഹൻലാലിനെ വെച്ച് 5 പടം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പല സീനുകളും ഞാൻ ചേച്ചിയൊക്കെ അടക്കം അദ്ദേഹം പടം പോയി കണ്ടിട്ടില്ല. റിലീസ് കഴിഞ്ഞിട്ടാണ് പടം സൂപ്പർ ഹിറ്റ് ആയപ്പോഴാണ് അദ്ദേഹത്തിന് ഇരിക്കപ്പൊടിയില്ലാതെ പോയി പടം കണ്ടിരിക്കുന്നത്. കാരണം പല കാരണവശാലും ഒരു ചില സമയത്ത് ആർട്ടിസ്റ്റുകൾക്ക് പടം കാണാൻ പറ്റില്ല, അവരൊന്നും കഴിഞ്ഞ് പറഞ്ഞിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് കയറുന്നത് ഈ അതും എസ്പെഷ്യലി ഞാൻ ഈ ലെഫ്റ്റനൽ സംഭവമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് നിങ്ങൾ കയറ്റി അറിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളൂ ഒരു കാര്യം കൂടി, ഈ പൃഥ്വിരാജിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സോഴ്സ് അന്വേഷിക്കണം, വിദേശ ബന്ധങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിന് ജോർദാനിലാണ് പോയത്, അവിടെ ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടത് എന്ന് അന്വേഷിക്കണം എന്നും കൂടി ആവശ്യപ്പെടുന്നുണ്ട് നേതാക്കൾ. യാതൊരു കൺസേണും ഇല്ല. കാരണം ഇപ്പൊ ഞാനൊരു നോർമൽ വട്ടമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ ലെഫ്റ്റനൽ പദവിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞത്. ബാക്കിയുള്ള ഞാൻ ഇന്ന് ഈവനിങ് വളരെ മനസ്സിലാക്കി എന്റെ ഫേസ്ബുക്ക് ലൈവിനകത്ത് ഞാൻ കയറി സംസാരിക്കും. 150 കോടി രൂപയൊന്നും മുടക്കാൻ മലയാളികൾക്ക് സാധിക്കില്ല, അതൊക്കെ വിദേശ ഫണ്ടില്ലാതെ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങളും ഉണ്ടാകുന്നുണ്ട് ബിജെപി നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. മഞ്ജുഷാണ് ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് അഭിലാഷ്. അഭിലാഷ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 150 കോടി ചെലവാക്കിന് ആരെ പറഞ്ഞു? സിനിമയുടെ അണിയറ പ്രവർത്തകർ. അവർക്ക് എന്തും ഇതെല്ലാം പലതും പല കാര്യങ്ങളും പറയും. അപ്പൊ അതെല്ലാം അന്വേഷിക്കുന്നത് വീഡിയോ എല്ലാവരും അവരെന്താ ചെയ്തോട്ടെ. അല്ല, അവരിപ്പോൾ 100 കോടി എത്തി 50 കോടി എത്തി എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്ന നിലയിൽ അവർ അവതരിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ അത് അന്വേഷിക്കേണ്ടതും ഇവരുടെ കാര്യം ഈ അന്വേഷണ ഏജൻസികളുടെ ജോലിയല്ലേ, അവരും ചെയ്യട്ടെ, നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടപ്പം. പടം ഇറക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ കണ്ടത് ചരിത്ര. കുറെ വിവരമില്ലാത്തവന്മാര്, കുറെ പൊക്കണമില്ലാത്തവന്മാര് വർഗീയത തുപ്പാൻ വേണ്ടിയിട്ട് മാത്രം വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു വേദിയാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം ഈ കേരളത്തിൽ ഇത്രയും വർഗീയത സാധനം വളരെ കുറവായിരുന്നു, ഇപ്പം വളരെ വളരെ കൂടുതലായി കൊണ്ടിരിക്കുകയാണ്. ഈ വർഗീയത തുപ്പുന്ന കുറെ ടീംസ് ഒന്നിച്ചു നിന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശശുദ്ധി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെയാണ് ഈ സിനിമയിൽ അങ്ങനെ വാരി തുപ്പി വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സെൻസർ ബോർഡ് നോക്കിയിട്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടൊക്കെയാണ് സിനിമ കൊണ്ട് ഇറക്കുന്നത്. ഏതോ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു, അതുവരെ കട്ടാക്കി മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കണ്ട സമയത്തും ഒരു ഗർഭിണിയായ സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ഒരു സീനൊക്കെ അതിലുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കാണും, മേ ബി, എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനത്തെ കുറച്ച് സീനുകളുണ്ട്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ അത് സിനിമയായിട്ട് വേണം നമ്മൾ കാണാൻ. അല്ലാണ്ട് ഈ ഗർഭിണിയെ റേപ്പ് ചെയ്യുന്ന ഒരു സീൻ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ഒരു സീന് ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടാണോ ഇവർ ആ സീന് ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഇമോഷണലി കണക്ട് ആവാൻ വേണ്ടിയിട്ടും കാര്യങ്ങളും ഒരു ആ സിനിമ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ്, ആ ഒരു സംഭവമാണ് നമ്മൾ 2-3 മണിക്കൂറിൽ കണ്ടു തീർക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സിനിമ ഇറക്കുന്നത്. അല്ലാതെ ഈ നാറികൾ കിടന്ന് വർഗീയത ഉപ്പാനായിട്ടല്ല. കേണൽ പദവി രാജിവെച്ച് മോഹൻലാൽ പുറത്തു പോകണം, അറസ്റ്റ് ചെയ്യണം, ജയിലിലാക്കണം എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഇങ്ങനെ ബോധവും വെളിവില്ലാത്തവന്മാർ വന്നിട്ടും തുപ്പുന്നത് എനിക്ക് ഒരു തരത്തിലും യോജിക്കാനും പറ്റുന്നില്ല. ഇനി മോഹൻലാലിനെ അടുത്ത് കേണൽ പദവി കളഞ്ഞതിന് ശേഷം അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇവന്മാർ പറയാൻ പോകുന്നത്. അതാണ് ഇവന്മാർ അടുത്ത് പറയുന്നത്. പൃഥ്വിരാജിനെ തുറങ്കിലടക്കുക, അടുത്ത് ആന്റണി പെരുമാറിനെ വേറെ എന്തെങ്കിലും ചെയ്യുക, തൂക്കിക്കൊല്ലാനോ, അതൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. അത്ര വിവരമില്ലാത്ത പൊക്കണമില്ലാത്തവന്മാരാണ് ഇവിടെ വന്നിരുന്ന് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറെ എണ്ണം വേറൊരു അമ്മച്ചി പറയുന്ന ഒന്ന് കൊടുക്കുക. എന്റെ പൊന്നു പൃഥ്വിരാജെ, എന്റെ പൊന്നു മോഹൻലാലെ, നിങ്ങളോടൊക്കെ പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒന്നും തന്തയല്ല ഞങ്ങളുടെ തന്ത. സാംസ്കാരിക നായകളാണ് ഇവര്, നായകള് അല്ലെങ്കിൽ നാറികളാണ്. ഈ പറയുന്ന ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി ഒരു കഴുതയുടെ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ട് കൊടുക്കരുത് ഇതിനേക്കാളും ഭേദം. അതെ, കഴുതയുടെ കഴുത്തെന്ന് പറയുമ്പോൾ സ്വന്തം കഴുത്തിലെടുത്ത് കെട്ടി തൂക്കേണ്ടി വരും. വേണോ അമ്മച്ചി?
അമ്മച്ചിക്ക് വയസ്സാങ്കാലത്ത് ചെറുമക്കളെല്ലാം ഉണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കി വീട്ടിൽ കഞ്ഞിയും കറിയും വെച്ച് റെസ്റ്റ് എടുത്ത് ടി വി ഒക്കെ കണ്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോയാൽ പോരെ. ആ പ്രായത്തെ വന്നിരുന്ന് വർഗീയത തുപ്പി മറ്റുള്ളവരെ ചെളിവാരി അടിച്ചുകൊണ്ടിരിക്കാൻ ഒരു നാണവും ഉളുപ്പും ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുവാ ഇവിടെ കാണുന്നത്? ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ഞാൻ ഏതാ ഈ ചരിത്രത്തിൽ ലോകത്ത് നിൽക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. മോഹൻലാല് രാജിവെച്ച് പുറത്തു പോകണം. എന്തൊക്കെ മോഹൻലാലിന് കേണൽ പദവി കൊടുത്തതിനേക്കാളും കഴുതയ്ക്ക് കഴുത്തിട്ടുണ്ട്. സ്വന്തമായിട്ട് എടുത്തിട്ട് ഇന്നിപ്പോ രായപ്പൻ വീണ്ടും ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ കൂടെ ഈ പറയുന്ന വാരിയംകുന്നനെ മഹാനിൽ മഹോന്നതനാക്കി വാഴ്ത്തിപ്പാടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. രായപ്പന്റെ ജിഹാദി പ്രേമം കൃത്യമായിട്ട് വെളിവാക്കുന്ന സിനിമയാണ്. അപ്പോ അത് നമ്മള് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള, നമ്മൾ അധ്വാനിച്ച, നമ്മുടെ പോക്കറ്റിലുള്ള പൈസ കൊടുത്ത് ഇവനൊക്കെ കാണിക്കുന്ന ഈ ജിഹാദി പ്രേമവും ഇവനൊക്കെ കാണിക്കുന്ന ഇവന്റെ മനസ്സിലുള്ള പുഴുത്ത രാഷ്ട്രീയവും കാണാനായിട്ട് നമുക്ക് പോവാൻ തൽക്കാലം മനസ്സിലെന്ന് നാട്ടുകാർ തീരുമാനിച്ചാൽ തീരാവുന്ന ക്രിമിക്കുത്തേ ഇവനൊക്കെ ഉള്ളൂ. ഇതുപോലത്തെ സാധനങ്ങൾ തിയേറ്ററിൽ കയറ്റാതിരിക്കാൻ വല്ല നിയമം ഉണ്ടെങ്കിൽ ഓക്കെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ തിയേറ്ററിൽ പോയി കാണുന്നതാണ് വിഷയം. കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് തുപ്പുന്നത്, വർഗീയത തുപ്പാൻ മാത്രം വാതുറക്കുന്ന കുറെ സാധനങ്ങൾ. ഇതിനൊക്കെ നാട് കടത്തിയാൽ മാത്രമേ ഈ നാട് നന്നാവത്തുള്ളൂ. അങ്ങനെയാണ് ഇതൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. ഇതൊക്കെ ഈ കേസിൽ മാത്രമല്ലടേ, എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറി പിടിച്ച് വലിഞ്ഞ് കുറേ എണ്ണം തൂങ്ങിക്കോളും. ഇന്നാ തുപ്പാൻ കണക്കിന് ആ സെറ്റപ്പിലുള്ള കുറെ സാധനങ്ങളാണ് ഇതൊക്കെ. എന്നീ കാലഘട്ടപ്പെട്ടു പോകുന്നു അന്ന് നാട് നന്നാവൂടെ ഉള്ള കാര്യം ഞാൻ ധീരത്തിൽ പറയാം. അല്ലെങ്കിൽ തന്നെ എമ്പുരാനിൽ എന്താണ് ഇരിക്കുന്നത്? എമ്പുരാൻ ഞാൻ പറഞ്ഞില്ലേ, മൂവി ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വലുതായിട്ട് പിടിച്ചില്ല. പക്ഷേ ആ സിനിമ വന്നിട്ട് വർഗീയത തുപ്പി ഇങ്ങനെ നിറച്ച് മോഹൻലാൽ കേണൽ പദവി രാജിവെക്കണം, അറസ്റ്റ് ചെയ്യണം, ജയിലിൽ അടയ്ക്കണം എന്നൊക്കെ പറയുന്നതിൽ ഒരു രീതിയിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് മാത്രം എന്ത് അപരാധമാണ് ആ പടത്തിൽ ഇരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുപോലത്തെ കുറെ അപരാധികൾ വന്നിട്ട് അപരാധം വിളിച്ച് പറയുന്നതല്ലാണ്ട് ഒരു തേങ്ങ അതിലില്ല. സിനിമയായി കാണാൻ പറ്റാത്ത, ഇതുപോലത്തെ തലയ്ക്ക് ബോധമില്ലാത്ത ആൾക്കാർ വന്നിരുന്ന് തുപ്പുന്ന കുറെ സാധനങ്ങൾ മാത്രമേ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. അല്ലാണ്ട് എന്തുവാടേ ഇത്? സിനിമയെ കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ എന്ത് മറ്റേ തീട്ടം കൊണ്ടാ ചിന്തിക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിക്കുന്നത്. അത്ര മോശം, വളരെ വളരെ പുച്ഛം മാത്രം, അല്ലാണ്ട് എന്ത് പറയാൻ. കഴിപ്പണം കെട്ട പരിപാടിയാണ് കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ കിട്ടണം.